പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ പെരിങ്ങോത്ത് മാനവിക സദസ്സ് സംഘടിപ്പിച്ചു. മാനവിക സദസ്സ് പുരോഗമന കലാസാഹിത്യ സംഘം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം എം പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിലാ. ഇത്തവണത്തെ ഓഫർ കഴിഞ്ഞതിനേക്കാൾ ഗ്രാൻഡ് ആണെന്ന് കേട്ടത്. കേരളക്കര ഏറ്റെടുത്ത വിലക്കുറവിന്റെ ഏറ്റവും വലിയ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ. 37,990 രൂപയ്ക്ക് ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ടൈലുകളും ലഭിക്കുന്നു. ഒരു ബാത്റൂമിന് ആവശ്യമായ സാനിറ്ററി വെയറുകളും ഫിറ്റിംഗ്സുകളും കേവലം 4,300 രൂപയ്ക്ക്. കൂടാതെ ആകർഷകമായ കോംബോ ഓഫറുകളും ഫ്രീ പർച്ചേസ് വൗച്ചറുകളും. ഈ ഓഫർ ABC മൈ ഹോമിലും ABC സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ്. സാമൂഹ്യ തലങ്ങളിലെ ഇടപെടലുകൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ പെരിങ്ങോത്ത് മാനവിക സദസ്സ് സംഘടിപ്പിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം, ലൈബ്രറി കൗൺസിൽ, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്നിവ സംയുക്തമായി സംഘടിപ്പിച്ച മാനവിക സദസ്സ് പുരോഗമന കലാസാഹിത്യ സംഘം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം എം പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. അജയകുമാർ കുന്നുമ്മൽ അധ്യക്ഷനായി. മനേഷ് മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് 2025 സ്വാതന്ത്ര്യ ദിനത്തില് ചെങ്കോട്ടയിൽ ഉയരാൻ വേണ്ടി പോകുന്നത് ഏത് കൊടിയായിരിക്കും? കാരണം എന്താ? ഭരണഘടനാ രൂപീകരണ അസംബ്ലിയില് ഇന്ത്യയുടെ പതാക എന്തായിരിക്കണം ചർച്ച വന്നപ്പോൾ കരട് നിർമ്മാണ സമിതി പറഞ്ഞു ത്രിവർണ്ണ പതാക. അന്ന് പുരുഷോത്തം ദാസ് ടണ്ടൻ, ശ്യാമപ്രസാദ് മുഖർജി, MA കമ്മത്ത് തുടങ്ങിയ ആളുകൾ പറഞ്ഞു പറ്റില്ല, അതുകൊണ്ട് ത്രിവർണ്ണ പതാക പറ്റില്ല. ഭരണഘടനാ രൂപീകരണ അസംബ്ലി അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പ്രമുഖ കോൺഗ്രസ് നേതാവ് കൂടിയായിരുന്നല്ലോ. ആ രാജേന്ദ്ര പ്രസാദ് തിരിച്ചു ചോദിച്ച ഒരു ചോദ്യമുണ്ട് അസംബ്ലിയിൽ. എന്താ ചോദ്യം അറിയോ? കാവി ഹിന്ദുവിന്റെ നിറമാണ് എന്ന് ഏത് പുസ്തകത്തിൽ? ശ്രീകൃഷ്ണൻ തെളിച്ച അർജുനന്റെ രഥത്തിന് മുകളിൽ ഉണ്ടായത് കാവി കൊടിയല്ല. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.